ഹായ്, ഞാനേ ഈ കാണുന്ന സാധനമുണ്ടോ? ഇപ്പം ചിലർക്കൊക്കെ എന്തായിട്ട് ഇക്കിളി ഉണ്ടാക്കണ പോലെയൊക്കെ തോന്നാറുണ്ടല്ലേ? ടി വിയിലും സിനിമയിലും അതുപോലെ പല പല സംഭവത്തിൻ്റെ അകത്തൊക്കെ ഈ സംഭവത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവും. ചിലർക്ക് ഇതെന്നാന്ന് അറിയത്തില്ലായിരിക്കും. എന്നാൽ ഇതാണ് എന്തോ ഒരു മസാജിങ് സംഭവം എന്ന് പറയണേ, തലയിൽ അങ്ങനെ ഇത് പറഞ്ഞു കേട്ടെ. ചിലരിങ്ങനെ തലയിൽ ഇങ്ങനെ ആക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല എക്സ്പ്രഷനൊക്കെ വാരി വിതർന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ മേടിച്ചൊരു സംഭവമാണേ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല മസാജ് ചെയ്യുന്നേ, മനസ്സിലായല്ലോ? ഇതാ ഇങ്ങനെ അങ്ങ് ആക്കുവേ. എന്നൊക്കെ പലരും പല എക്സ്പ്രഷനൊക്കെ ഇടും. ഞാൻ ഇങ്ങനെ കാണിച്ചത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയിട്ടാണ്. എനിക്കിതിങ്ങനെയൊന്നും തോന്നാറില്ല. പക്ഷേ എൻ്റെ ചേച്ചിക്കൊക്കെ ഇങ്ങനെ ഇക്കിളിയാവുമേ. സത്യത്തിൽ ഇതിങ്ങനെ ആക്കുമ്പോൾ ചിലർക്ക് ഇക്കിളിയാകും. അതുകൊണ്ടാണ് അവരിങ്ങനെ എന്നൊക്കെ. നമ്മുടെ കട്ടപ്പനയിലേറെ ഋത്തിക് റോഷനകത്ത് ആ സിനിമയ്ക്കകത്ത് സലീം കുമാറിൻ്റെ തലയിൽ ഇങ്ങനെ ആക്കണയൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ തോന്നും. ചിലർക്ക് ഇക്കിളിയാവും. പക്ഷെ എനിക്കങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ബെനഫിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് നമ്മൾ സാധാരണ പാർലറിലോ ഒക്കെ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആരുടെ കൊണ്ട് വീട്ടിൽ ഇങ്ങനെ ചെയ്യിക്കില്ലേ, മസാജ് ചെയ്യിക്കില്ലേ തലയിൽ, അതിന് പകരം നമുക്ക് ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ചിലർക്ക് ഈ ഉറക്കം വരാതെയൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ബോഡി ലൂസാക്കുക മീൻസ് പേശികളെല്ലാം ഇങ്ങനെ തളർത്തിയിടുക. എന്നിട്ട് ഇതാ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഉറക്കം വരാതൊക്കെ ഇരിക്കുവാണെങ്കിൽ. അതുപോലെ ഹൈ BP ഉള്ള സമയത്തൊക്കെ ഞാൻ വലിയ ഡോക്ടറൊന്നുമല്ല, ഓർത്ത് സെർച്ച് ചെയ്തല്ല, എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളൊരിതാണ്. ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഇത് മേടിച്ചിട്ട് 3 മാസം 4 മാസം 5 മാസം കണ്ടായി ഇത് മേടിച്ചിട്ട്. അന്ന് പോലെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. സ്ഥിരം ഉപയോഗിക്കാറില്ല. സ്ഥിരം ഉപയോഗിക്കുന്ന നല്ലതാണ്. എനിക്ക് ഇത് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചിലപ്പെങ്കിൽ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും TV അങ്ങനെ വലിയ കാണാറില്ല അങ്ങനെയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ, അതുപോലെ ഈ പറയുന്ന പോലെ ഉറക്കം വരാതെയൊക്കെ ഇരിക്കുമ്പോൾ തലയ്ക്ക് ചെറിയൊരു മസാജ് ഇങ്ങനെ കൊടുക്കും. ഇതേ മസാജ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ തലയുടെ ഏത് ഭാഗത്തും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് കണ്ണിനകത്ത് കുത്തിയിട്ട് ഞാൻ ഉത്തരവാദിയല്ല. കാരണം ഇത് നമുക്ക് നല്ല സേഫാണ്. അതിൻ്റെ അറ്റത്ത് ഒരു മുത്തല്ലത് ഒരു ഉരുക്കിയ പോലെ ഒരു സാധനം. ഇത് അതുകൊണ്ട് സേഫാണ്. നമ്മുടെ തലയിൽ ഇങ്ങനെ തറച്ച് കയറത്തില്ല. ഇത് എന്നെ കാണിച്ചാലും പോകത്തൊന്നുമില്ല. ഇതൊരു സാധനം, അത് മുത്തൊന്നുമല്ല, ഇതൊരു ഉരുക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. വേദനയൊന്നും എടുക്കത്തില്ല. എൻ്റെ മമ്മിക്കൊക്കെയാണെങ്കിൽ ഭയങ്കര പേടിയായത്, തുളഞ്ഞ് കയറും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴേ നല്ല ഇതാണ്. പിന്നെ നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ മുടി ചെറിയ മുടികളൊക്കെ നല്ല ഇതായിട്ട് നല്ല കുഞ്ഞു മുടികൾ വളർന്നു വരാനും ഒക്കെ നല്ലതാണേ. കുളിക്കാൻ പോകുന്നതിന് മുമ്പൊക്കെയാണല്ലേ എണ്ണയൊക്കെ തേച്ചിട്ടേ ഇതൊന്ന് ചെയ്ത് നോക്കാൻ നല്ല മസാജ് ചെയ്യണേ. നല്ലൊരു സുഖം. ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരത്തെ നമ്മുടെ ഒരു തല നല്ലൊരു സുഖം കിട്ടും. അങ്ങനെ ഒരു നല്ലൊരു സംഭവമാണ്. ഇത് കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് മതി, ഓക്കെയാണ്. ഇതിൻ്റെ കുറച്ചും കൂടെ ഈ കാലുകൾക്ക് നീളമുള്ളതുകൊണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ 1-2 ദിവസങ്ങളിലെങ്കിലും ഉപയോഗിക്കാൻ നോക്കാറുണ്ട്.
എനിക്ക് അത്രയും നല്ലൊരു യൂസ്ഫുള്ളായി. ഞാൻ കൊതിച്ചിരുന്ന് മേടിച്ചതായിരുന്നു. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ 50 രൂപയായിരുന്നേ. 50 രൂപ ഒരെണ്ണത്തിൻ്റെ വില. ഞാൻ ഇന്നാൾ ദിവസം വേറെ ഒരിടത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിന് 80 പറഞ്ഞത്, 80. ഇത് ഞാൻ പക്ഷേ 50-ന് മേടിച്ചത്. തൊടുപുഴ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തൊരു കടയുണ്ടായിരുന്നു, അവിടുന്ന് മേടിച്ചതാണേ. ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡിൽ 50 രൂപയ്ക്ക് മേടിച്ചത്. നല്ല സാധനം, നിങ്ങൾ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മസാജിങ് ടൂളെന്നോ തല മസാജ് ചെയ്യുന്നൊരു കമ്പിന്നോ അങ്ങനെ വല്ലതൊക്കെ പറഞ്ഞാൽ കേട്ടോ, കിട്ടും. നെറ്റിൻ്റെ അകത്തുണ്ട്, ഫ്ലിപ്കാർട്ടിനകത്ത്, ആമസോണിൻ്റെ അകത്തൊക്കെ എങ്ങാണ്ടൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. അതിനകത്ത് പക്ഷേ 120 180 അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് കണ്ടേ. കടകളിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് വില കുറവാണല്ലോ കേട്ടോ.